ഇന്ന് നമ്മൾ സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. നാടൻ മസാലക്കൂട്ടിൽ തയ്യാറാക്കുന്ന ഫിഷ് ഫ്രൈ ആണ്. എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഉണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഏകദേശം 1 ടീസ്പൂണോളം മല്ലിപ്പൊടി അതുകൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മീനിലേക്കും കൂടെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വിനീഗർ, 1 ടേബിൾ സ്പൂൺ വിനീഗർ മതി. ലൈം ജ്യൂസ് അല്ല, ഈ ഒരു ഫിഷ് ഫ്രൈയിൽ നമ്മൾ വിനീഗറാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ അല്പം വെളിച്ചെണ്ണ, 1/2 ടീസ്പൂണൊക്കെ വരുന്ന അളവിൽ മതിയാവും. ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. വിനീഗറും മസാലപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ട. ഈ മസാല കൂട്ടിൽ നമ്മുടെ ഫിഷിൻ്റെ ഒരു നനവ് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പാകത്തിന് മസാല ഇതിലേക്ക് പെരണ്ട് കിട്ടിക്കോളും. അപ്പോൾ ഓരോ പീസും നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് മസാല പരത്തി കൊടുക്കാം. എല്ലാ സൈഡിലും ഒരുപോലെ മസാല ആക്കി കൊടുക്കുക. ഒരുപാട് മസാല പൊതിഞ്ഞിരിക്കണ്ട, ഒന്ന് കോട്ടായി കിട്ടിയാൽ മതി. അതാണ് ഇതിൻ്റെ ഒരു പരുവം. മല്ലിപ്പൊടി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം, എന്നാലാണ് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഫിഷ് ഫ്രൈ ആകുമ്പോൾ മല്ലിപ്പൊടി ചേർക്കണത് എന്തിനാണെന്ന് വിചാരിക്കും. പക്ഷെ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് നമ്മൾ വിചാരിച്ച നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ ഫിഷ് ഫ്രൈക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഫിഷ് ഇവിടെ മസാല പരട്ടി എടുത്തിട്ടുണ്ട്. ഇത് 1/2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലാണ് ആ ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് നമ്മുടെ മീനിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ട് 1/2 മണിക്കൂർ മാറ്റി വെക്കുക. ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. നമുക്കിത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂറിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. മസാല പരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പരന്ന ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടി പിടിക്കാതിരിക്കും, പൊടിഞ്ഞു പോവാതിരിക്കും. അങ്ങനെ ഒരുപാട് നല്ല ടേസ്റ്റും ആയിരിക്കും. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഓരോ പീസും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് കറക്റ്റ് പാകത്തിന് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ റെഡി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഫിഷ് ഫ്രൈ ആണ്. നല്ല ടേസ്റ്റിയാണ്. ഇത് കുറച്ചുകൂടെ ആവാനുണ്ട്. എണ്ണയിലേക്ക് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഫിഷും തയ്യാറായിട്ടുണ്ട്. അടുത്തത് ഫ്രൈ ചെയ്യുമ്പോഴും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് ഓരോ പീസ് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഉള്ളതുകൊണ്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ മീനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഞാൻ എടുത്തതിനേക്കാൾ കൂടുതൽ മീൻ നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മസാലപ്പൊടികൾ കൂടുതൽ അതനുസരിച്ച് മീനിൻ്റെ അളവനുസരിച്ച് എടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.